അഴിമതിയുടെ കാര്യത്തിൽ LDFും UDFും ഒരേ തൂവൽ പക്ഷികളാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള രണ്ടാം ബാർക്കോഡയെ സംബന്ധിച്ചിട്ടുള്ള ശബ്ദരേഖ. ഇതിൽ ബാർ ഉടമകളെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് തലയൂരാനുള്ള ശ്രമം, അങ്ങനെ ഒരു ശ്രമമാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയും സംസ്ഥാന ഗവൺമെന്റും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ പറയാറുള്ള ഒരു ചൊല്ലുണ്ട്, ഡോണ്ട് ഷൂട്ട് ദി മെസ്സഞ്ചർ എന്ന്. ഈ കാര്യത്തിൽ വിവരം പുറത്തുവരാൻ കാരണക്കാരായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് അന്വേഷണം നടത്തും എന്ന് പറയുന്നത് അങ്ങേയറ്റം പരിഹാസ്യമായിട്ടുള്ള നിലപാടാണ്. രാഷ്ട്രീയ പാർട്ടികൾ ബിസിനസ്സുകാരിൽ നിന്ന് സംഭാവന വാങ്ങുന്നതിനൊന്നും ഭാരതീയ ജനതാ പാർട്ടി എതിരല്ല. പക്ഷേ ഈ സംഭാവനയുടെ പേരിൽ കൈക്കൂലി വാങ്ങി സർക്കാരിന്റെ നയം, ആ നയം തീരുമാനിക്കുന്നതും സർക്കാരിന്റെ നയം തിരുത്തുന്നതും അത് രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്കും ജനങ്ങളുടെ താൽപര്യങ്ങൾക്കും എതിരാണെന്നുള്ളതാണ് ഈ കാര്യത്തിൽ എടുക്കാൻ, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. എക്സൈസ് മന്ത്രി ഈ വിവരം പുറത്തു വന്നപ്പോൾ പറഞ്ഞത് നയമാറ്റം സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നില്ല എന്നാണ്. പക്ഷേ പിന്നീട് പുറത്തു വന്ന രേഖകൾ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എക്സൈസ് ടൂറിസം വകുപ്പ് മന്ത്രിമാരുടെയൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ വകുപ്പുകളുടെ ചർച്ചയിൽ മദ്യനയം തിരുത്തുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ച നടന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ടൂറിസം എക്സൈസ് മന്ത്രിമാർ ഇവരറിയാതെ ഈ തരത്തിലുള്ള ഒരു നയം മാറ്റം നടക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതേ രീതിയിൽ നയം മാറ്റത്തിന് വേണ്ടിയിട്ട് കൈക്കൂലി വാങ്ങിയതിന്റെ പേരിലാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സുഹൃത്തും ഡൽഹിയിലെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കേജ്രിവാളും അദ്ദേഹത്തിന്റെ മറ്റ് സഹമന്ത്രിമാരും ഒക്കെ ഇപ്പോൾ അടിയെണ്ണുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിനായി കേന്ദ്ര ഏജൻസിയെ ചുമതലയേൽപ്പിക്കണം. നമ്മുടെ എക്സൈസ് മന്ത്രി ഈ വിവരം പുറത്തുവരുന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം സ്ഥലം വിട്ടു. അദ്ദേഹം 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിനാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്, ഞാൻ കണ്ടിട്ടുള്ള പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള വാർത്ത അദ്ദേഹം 3 രാജ്യങ്ങളിലെ സന്ദർശനത്തിന് പോകുന്നു എന്നാണ്. അദ്ദേഹം വളരെ നേരത്തെ തീരുമാനിച്ച യാത്രയാണെന്നാണ്. പക്ഷേ വിദേശകാര്യ വകുപ്പിന് ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള അനുമതി തേടിക്കൊണ്ടുള്ള അപേക്ഷ അദ്ദേഹം സമർപ്പിച്ചത് 22-ാം തീയതിയാണ്. 24-ാം തീയതിയുള്ള യാത്രയ്ക്ക് 22-ാം തീയതി തീരുമാനമെടുത്തു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകേണ്ടത്. 22-ാം തീയതി തീരുമാനമെടുത്തതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ 21-ന് തീരുമാനമെടുത്തതുകൊണ്ടാണല്ലോ അദ്ദേഹം 22-ന് തന്നെ പോയത്, അല്ലെങ്കിൽ അപേക്ഷ കൊടുത്തത്. പക്ഷേ എന്തിന് അദ്ദേഹം 5 രാജ്യങ്ങളിൽ പോകുന്നത് മറച്ചുവെക്കുന്നു കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ? അദ്ദേഹം 3 രാജ്യങ്ങളിൽ പോകുന്നു എന്നാണ് പറയുന്നത്. ഈ യാത്രയിൽ തന്നെ ധാരാളം ദുരൂഹതകളുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്ന സംശയം. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മരുമകനും പോയപ്പോൾ ഉന്നയിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്, ഇതിന്റെ പണം എവിടെ നിന്ന്, ആരാണ് ഇതിന്റെ സ്പോൺസർ? ഇതേ ചോദ്യം എക്സൈസ് മന്ത്രിയുടെ യാത്രയുടെ കാര്യത്തിലും കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ എക്സൈസ് മന്ത്രി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്, തൊഴിലാളി പാർട്ടിയുടെ നേതാവാണ്, സ്വന്തമായിട്ട് ബിസിനസ്സൊന്നും ഇല്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് 5 രാജ്യങ്ങളിൽ കുടുംബസമേതം ഏതാണ്ട് 10 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര നടത്താനുള്ള സാമ്പത്തികമായിട്ടുള്ള പിന്തുണ അതാരിൽ നിന്നാണ് കിട്ടുന്നത്? ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇടതുപക്ഷ മുന്നണിയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കന്മാര് വിശ്രമിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ പറഞ്ഞത്. ഇതേപോലെ വിശ്രമിക്കാനാണോ ഈ മന്ത്രിയും പോകുന്നത്? നമ്മുടെ രാജ്യത്തെ ജനങ്ങളൊക്കെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് വിദേശത്ത് പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള സമീപനമാണോ
സംസ്ഥാന സർക്കാരിനുള്ളത് എന്നുള്ളതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് കൂടി വരും ദിവസങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയുമൊക്കെ ജനങ്ങളോട് വിശദീകരിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. സംസ്ഥാന മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു അഴിമതി, പണം വാങ്ങി നയം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചാൽ എന്താവും എന്നുള്ള കാര്യം നമുക്ക് സാധാരണഗതിയിൽ ഊഹിക്കാം. അതുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ ഒളിച്ചുവെക്കാൻ ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം വസ്തുതകൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസി ഏൽപ്പിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ. ഇതുവരെ അങ്ങനെ ഒരു അനുമതിക്കുള്ള ഒരു രേഖ അദ്ദേഹം 22-ാം തീയതി സമർപ്പിച്ചതായിട്ടറിയാം. സാധാരണഗതിയിൽ വിദേശകാര്യ വകുപ്പ് ഇന്ത്യയിൽ നിന്ന് ഇതുപോലെയുള്ള ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളുകൾ യാത്ര ചെയ്യുമ്പോൾ ചുരുങ്ങിയത് ഒരാഴ്ച മുൻപെങ്കിലും ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചാലാണ് വിദേശകാര്യ വകുപ്പിനും ബന്ധപ്പെട്ട എംബസികൾക്കും ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുക. പക്ഷേ ഈ കാര്യത്തിൽ 22-ാം തീയതിയാണ് അദ്ദേഹം അപേക്ഷ സമർപ്പിച്ചത്. 24-ാം തീയതി അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്തു എന്നാണ് വാർത്തകളിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അനുമതി നൽകപ്പെട്ടിട്ടില്ല. അല്ല, നടപടിയില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഗൈഡ് ലൈനാണ്. പ്രോട്ടോകോൾ എന്ന് പറയുന്നത് നിയമം അല്ല. അതുകൊണ്ട് പ്രോട്ടോകോൾ ലംഘിച്ചു എന്നുള്ളതിന്റെ പേരിൽ കുറ്റം ചുമത്തി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഇന്ന വകുപ്പുകൾ എന്നുള്ളതല്ല. പക്ഷേ പാസ്പോർട്ട് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങൾ വരും. കാരണം ഇന്ത്യയിലെ ഒരു ഭരണഘടനാ പദവിയിലുള്ള ഒരു വ്യക്തി വിദേശ രാജ്യത്ത് പോകുമ്പോൾ പൊളിറ്റിക്കൽ ക്ലിയറൻസിന് വേണ്ടിയിട്ട് അപേക്ഷിക്കണം എന്നുള്ള നിബന്ധനയുണ്ടാക്കിയിരിക്കുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളും അതുപോലെയുള്ള പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആണ് ഈ കാര്യം നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അത് ലംഘിച്ചു എന്നുള്ളത് ഒരു വസ്തുതയുമാണ്. പക്ഷെ എന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ആ പ്രശ്നമല്ല. എന്റെ പ്രശ്നം ഈ അഴിമതിയെക്കുറിച്ച് അഴിമതിയില്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ചില തൊടുന്യായങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് പകരം ഈ കാര്യത്തിൽ ഒരു അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറുണ്ടോ എന്നുള്ളത് മുഖ്യമന്ത്രി ജനങ്ങളോട് വിശദീകരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ.